ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നെയ്യ് തയ്യാറാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വീട്ടിൽ തന്നെ നെയ്യ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പാല് കാച്ചിയ ശേഷമുള്ള പാടയില്ലേ, ആ പാട ഇതേപോലെ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്ത് അടച്ച് നല്ലതുപോലെ വെള്ളമൊന്നും തട്ടാത്ത രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഒരു മാസത്തെ പാടയുണ്ട്. അപ്പോൾ ഒരു മാസത്തെ എടുത്തെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് എടുക്കാനുള്ളത് കാണത്തുള്ളൂ. നമ്മൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് വാങ്ങിക്കുന്നത്. കൂടുതൽ പാൽ വാങ്ങിക്കുന്നത് അതനുസരിച്ച് പാട കാണും. അപ്പോൾ 15 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലതുപോലെ നെയ്യ് തയ്യാറാക്കി എടുക്കാം. ഇനി ഞാൻ ഈ പാട മുഴുവൻ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചെടുത്ത ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഇത് നെയ്യാക്കി ഉരുക്കിയെടുക്കാം. ഇതായിപ്പോൾ ഞാൻ പാലിൻ്റെ പാട മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഇനി ഇത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത വെള്ളം മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലല്ല ഇരിക്കുന്നത്, ഇതുകൂടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലുള്ളതും എല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വറ്റണം. വറ്റിയാണ് നമ്മുടെ നെയ്യ് ഇതിൽ തെളിഞ്ഞു വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പാൽപ്പാട ഇപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇത് തിളച്ച് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തിളച്ച് നല്ലതുപോലെ വറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നെയ്യ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ തീയൊക്കെ കൂടി കിടന്നാൽ ഇത് തിളച്ച് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ നമ്മൾ നെയ്യുടെ മുകളിൽ മഞ്ഞ കളറ് കാണുന്നില്ലേ ഈ തിളയ്ക്കുന്ന ഇതിൽ, ഇതെല്ലാം നമ്മുടെ നെയ്യാണ്. നല്ലതുപോലെ വറ്റിയെങ്കിലേ നമുക്ക് നെയ്യ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നെയ്യെല്ലാം നല്ലതുപോലെ നമ്മുടെ പാടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ച പാടയെല്ലാം നല്ലതുപോലെ ചുരുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് അടുത്ത് തന്നെ നിന്ന് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കറക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ നെയ്ക്കകത്ത് നമ്മളിത് അരിപ്പയിലൂടെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നെയ്ക്കകത്ത് കറുത്ത പൊടി, കരിഞ്ഞ പൊടിയൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ അടുത്ത് നിന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഓൾമോസ്റ്റ് നെയ്യ് ഫുള്ള് ഗ്യാസ് ഓഫ് ചെയ്ത് റെഡിയാക്കാനായിട്ടുണ്ട്. ഒട്ടും കറക്കരുത്. കറക്കാതെ ഒരു കുറച്ചൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ഈ കളർ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലതുപോലെ നെയ്യെല്ലാം പാടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളൊരു ഗ്ലാസ് ജാറ് റെഡിയാക്കി വെച്ചിരിക്കണം. ചൂടായ നെയ്യ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒഴിച്ചാൽ കണ്ടെയ്നർ ഉരുകി പോകും. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ജാറിൽ ഒഴിക്കരുത്, ഒരു ഗ്ലാസ് ജാർ തന്നെയാണ് വേണ്ടത്. ഒരു ഗ്ലാസ് ജാർ എടുത്ത് അതിൽ നമുക്ക് നമ്മുടെ അരിപ്പയില്ലേ, ചായയൊക്കെ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ, അതിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ജാറിലേക്ക് മാറ്റാൻ നെയ്യ്. ഞാനിപ്പോൾ എൻ്റെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കഴിഞ്ഞ മാസം എടുത്ത നെയ്യ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫിൽറ്റർ വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ ഉരുകി വന്നിരിക്കുന്ന പാട വെച്ച് നമുക്കൊരു യൂസ് ഉണ്ട്. അത് ഞാനിത് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത ശേഷം കാണിച്ചു തരാം നമ്മളത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നെയ്യ് എടുക്കാം. നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത്രയാണ് നമ്മുടെ വീട്ടിലൊക്കെ പാല് വാങ്ങിക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്നുള്ള പാട ദിവസവും കാച്ചുമ്പോൾ ഉള്ള പാട എടുത്തൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ വെള്ളമൊന്നും തൊടാതെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നെയ്യ് തയ്യാറാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഉരുക്കിയെടുത്ത പാൽപ്പാട മുഴുവനും നമ്മുടെ അരിപ്പ വെച്ച് അരിച്ച് ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പാൽപ്പാട അരിഞ്ഞതില്ലേ അതും കൂടെ നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെല്ലാം ഉള്ള നെയ്യ് നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതുകൊണ്ടൊരു യൂസ് ഉണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ പാൽപ്പാട ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നെയ്യും തയ്യാറാക്കാം, പേടയും തയ്യാറാക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയുണ്ട് നെയ്യ്. കഴിഞ്ഞ മാസം നെയ്യും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മുൻപുള്ള മാസങ്ങളിലൊക്കെ എടുത്ത നെയ്യ് ഇതേപോലെ ഗ്ലാസ് ജാറുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.